മോളെ എന്താ അമ്മ? അമ്മക്ക് 2 മുട്ട പുഴുങ്ങി തരൂ സാമ്പാർ കൂട്ടി തിന്നാൻ. മുട്ട പുഴുങ്ങി തിന്നണ്ട അമ്മ. അമ്മക്ക് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി തരാം മുട്ട വെച്ചിട്ട്. അതെ. ഈ തുണി വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. അങ്ങനെ ചെയ്യും. അമ്മ എന്നോട് 2 മുട്ട പുഴുങ്ങി തരുമെന്നാണ് ചോദിച്ചത്. നമുക്ക് ഇന്ന് മുട്ട വെച്ചിട്ട് അമ്മക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താലോ? മുട്ട വെച്ചിട്ട് ഇഡ്ഡലി ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. നമ്മൾ തട്ടുകടന്നൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി നമ്മൾ 4 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുത് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് വെച്ച് നമുക്ക് ഇത് അങ്ങോട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ പോരെന്ന്. ഇത്ര വലിയ റിസ്ക് ഉണ്ടോന്നല്ലേ? പക്ഷെ നമ്മൾ എന്നും ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലാന്നേ. അപ്പൊ അത് നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് അതേ വട്ടത്തിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞു പോവരുതിട്ട്. നിറഞ്ഞു പോയി കഴിഞ്ഞാൽ പരന്ന ആകെ ഒഴുകി എല്ലായിടത്തും ഒട്ടിപ്പിടിക്കും. ദേ ഈ ഒരു പരുവത്തിന് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിട്ടാ. അപ്പൊ അതിന് നമുക്ക് ആവിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്നും വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയാണ്. അപ്പൊ നമുക്കിന്ന് വെളിച്ചെണ്ണ ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പൊ അതേ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിലേക്ക് ഒന്ന് എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി സാമ്പാറും കൂടെ ഒഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ. ഇനി നമ്മൾക്ക് ഇത് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാല്ലേ? മുട്ട പുഴുങ്ങി തരാൻ വേണ്ടി ഇഡ്ഡലിയാണോ അവൾ ഉണ്ടാക്കി വെച്ചേക്കണത്? സംഭവം പൊരിയായിട്ടുണ്ടല്ലോ. മുട്ട കൊണ്ട് ഇഡ്ഡലിയോ? സൂപ്പറായിട്ടുണ്ടല്ലോ. ഞാനും തിരിക്കുന്നുണ്ടപ്പോ ഇഡ്ഡലി ഉണ്ടാക്കിയതാന്ന് വിചാരിച്ച. ഒന്ന് കഴിയുമ്പോ 3 മുട്ട ഇഡ്ഡലി തിന്നാണ്. സൂപ്പറായിട്ട് പോളെ. മുട്ട പുഴുങ്ങി തരാൻ വേണ്ടി ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കി തരുന്നു ഞാൻ വിചാരിച്ചില്ല. തട്ടുകടയിലൊക്കെ തിന്നണം അതേ ടേസ്റ്റ് ആട്ടോ. സൂപ്പറായിട്ട്.